ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ യുഡിഎഫിന് തലവേദനയായി SDPI സ്ഥാനാർത്ഥിത്വം. SDPI മണ്ഡലത്തിൽ 5000-ലധികം വോട്ട് പിടിച്ചാൽ തിരിച്ചടി നേരിടുമെന്നാണ് യുഡിഎഫ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. അതേസമയം മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. എത്രത്തോളം വലിയ ആശങ്ക SDPI സ്ഥാനാർത്ഥിത്വം അത് UDF ക്യാമ്പിനെ സൃഷ്ടിക്കുന്നുണ്ട്? UDF ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് മുൻതൂക്കം നിർണ്ണയിക്കാൻ കഴിയാത്തത്ര ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. അവിടെയാണ് SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. 2021 SDPI UDFിനെയാണ് പിന്തുണച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 7600ഓളം വോട്ടുകൾ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SDPI വോട്ടുകൾ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അതിൽ നിർണായകമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ UDFിനായിരിക്കും അതിൽ തിരിച്ചടി ഉണ്ടാവുക. അതായത് SDPI എത്രത്തോളം വോട്ടുകൾ പിടിക്കുന്നു അതിന്റെ ആനുകൂല്യം ലഭിക്കുക BJPക്കായിരിക്കും എന്നതാണ് രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് വലിയ ആശങ്കയിലാണ്. ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതിക്ക് മുമ്പ് ഏതെങ്കിലും തരത്തിൽ പത്രിക പിൻവലിക്കാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്ന് UDF അത്തരത്തിലൊരു പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണ് SDPI. അത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ BJP ഡീൽ, അതായത് BJPയെ സഹായിക്കാനാണ് SDPI മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്ന പ്രചാരണം ശക്തമാക്കാനാണ് UDF ക്യാമ്പിന്റെ തീരുമാനം. എന്നാൽ ഈ ഘട്ടത്തിൽ പത്രിക പിൻവലിക്കേണ്ട ഒരു സാഹചര്യമില്ല. അവരുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പറഞ്ഞത് SDPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് അവർക്ക് കൂടുതൽ വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. അതായത് ജനകീയമായ അടിത്തറ SDPയ്ക്ക് മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട്. ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ എന്താണ് തെറ്റ്? കഴിഞ്ഞ തവണയൊക്കെ BJP വിജയിക്കും അല്ലെങ്കിൽ BJPയെ സഹായിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് UDFന് അനുകൂലമായി വോട്ട് ചെയ്തു. എന്നാൽ മണ്ഡലത്തിലെ പലയിടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ഇവിടെ മത്സരിച്ച് മുന്നോട്ട് പോവുക എന്ന നിലപാട് തന്നെയാണെന്നാണ് SDPയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ വ്യക്തമാക്കിയത്. എന്തായാലും SDPI എത്രത്തോളം വോട്ടുകൾ പിടിക്കുന്നോ അത് തിരിച്ചടിയാവുക UDFിനായിരിക്കും. അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക BJPക്കായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് SDPയുടെ സാന്നിധ്യം കൂടി നിർണായകമാവുകയാണ്. അവരുടെ നിലപാട് അവർ മുന്നോട്ട് വെക്കുന്ന സ്ട്രാറ്റജി എന്താണ് എന്നത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ പോലും നിർണ്ണയിക്കാൻ കഴിയുന്ന വിധം മാറിയിട്ടുണ്ട്. തീർച്ചയായും അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നിസാരമായ വോട്ടുകൾ പോലും ഒരുപക്ഷെ ഏത് മുന്നണികൾക്കും അനുകൂലമായി ജയത്തെ വരെ നിർണ്ണയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറാവുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ UDFിന് എതിരെ UDF ക്യാമ്പിന് വലിയ തലവേദനയായി മാറുകയാണ് SDPയുടെ സ്ഥാനാർത്ഥിത്വം.